അമേരിക്ക WHO ഫണ്ടിങ് വിഡ്രോ ചെയ്തതോടുകൂടി ഗ്ലോബൽ മീഡിയയിൽ പലരും കരച്ചിലും പിഴിച്ചിലുമാണ് പല ആൾക്കാരും. കാരണം അവരുടെ കമൻറ്റുകൾ വരുന്നു, ഈ പറയുന്ന ഈ ഗാസയും മറ്റുള്ളവരെ, അത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് പല രീതിയിൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നവരെ സപ്പോർട്ട് ചെയ്ത് കരയാൻ തുടങ്ങി. അമേരിക്ക ട്രംപ് കാണിക്കുന്ന വളരെ മോശമാണ്, അത് റീകൺസിഡർ ചെയ്യണം. അപ്പം അതിനിടയ്ക്ക് മറ്റൊരു സംഭവം വരുന്നു. അതായത് ജർമ്മനി, അവിടെ ഇലക്ഷൻ നടക്കാൻ പോവാണ് ഫെബ്രുവരി 23 അവിടെ AfD, ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി, ഡോച്ച്ലാൻഡ്, അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് അതിൻ്റെ ചാൻസലറാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത, 90% സാധ്യതയുള്ളത് ആലീസ് ബീഡൽ. അപ്പോൾ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു, അത് ജർമ്മനിയിൽ ഇപ്പോൾ കറങ്ങി നടക്കുകയാണ് സംഭവം. അവരധികാരത്തിൽ വരികയാണെങ്കിൽ അവരും WHO കൊടുക്കുന്ന ഫണ്ട് വിഡ്രോ ചെയ്യും. അവർ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ WHO സ്പോൺസർ ചെയ്യുന്നത്, ഡൊണേഷൻ കൊടുക്കുന്നത് 800, അതായത് $800 മില്യൺ. അപ്പോൾ അവരും കൂടെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും, WHO അടച്ചു കൂട്ടും. അല്ല, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതിനെ എതിർത്ത് ചില ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു, ആൾക്കാരുടെ കമൻറ്റുകൾ വരുന്നു. അതായത് ഭയങ്കര പോഷ് ഓഫീസാണ് ഈ WHO. കാരണം ഇത്രയും ഇങ്ങനെ ഫണ്ട് വരുമില്ലേ. അപ്പോൾ അവർ പോഷ് ലൈഫും ജീവിതവും ബിസിനസ് ക്ലാസ് യാത്രയും ചാർട്ടർ ഫ്ലൈറ്റ് യാത്രയും എന്തു കുന്തും അവർ ചെയ്യുന്നതെന്നുള്ള ചോദ്യം ട്രംപ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തു കുന്തും അവർ ചെയ്തേ? ഒരു പുല്ലും ചെയ്തില്ല. അതായത് പൂർണ്ണമായിട്ടും ഒരു റാക്കറ്റും മാഫിയയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്താണ് റാക്കറ്റും മാഫിയയും. പിന്നെ അടുത്ത ചോദ്യത്തിലോട്ട് വരുന്നത്, ഇനി ബാക്കി ഈ WHO ചെയ്യുന്ന പല സംഭവങ്ങളുണ്ട്, പല റിസർച്ചുകൾ, പാൻഡമിക്, മെഡിസിൻ്റെ സംഭവം, അതും ഇതും ഒക്കെ. ഈ പറയുന്ന AfD എന്ന് പറഞ്ഞ പാർട്ടി, അവരുടെ ആൾക്കാരും പറയുന്നൊരു സംഭവം എന്തുകൊണ്ട്? കാരണം WHO UN ഒക്കെ മാറ്റി നിർത്തുക. കാരണം ഇവരെ കൊണ്ടൊന്നും ഈ പറയുന്ന എന്തിനു വേണ്ടിയാണ് ഉദ്ദേശം അത് നടക്കാൻ സാധിക്കുന്നില്ല. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന്, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് വേറെ സംഘടന ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും വോളണ്ടിയേഴ്സിനെ മാത്രം എടുക്കുക. അതായത് മത തീവ്രവാദത്തെയും ഈ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഒരാളെ എടുക്കുന്നില്ല. അതായത് ഖത്തർ ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇത് വേണ്ട. അപ്പോൾ അങ്ങനെ സംഘടന ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. അവർക്ക് ഇതേപോലെ റിസർച്ച് നടത്തും. ഇന്ത്യയും അമേരിക്കയും ജർമ്മനിയും ഒക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യെല്ലോ ഫ്ലൂ, അതിൻ്റെ വലിയ റിസർച്ച് നടത്തുകയും WHO ആണ്, അമേരിക്കയും നടത്തുന്നുണ്ട്, മറ്റു പലരും നടത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഇത്രയും പേരുടെ ആവശ്യമൊന്നുമില്ല, ഇത്രയും വലിയൊരു മാൻ പവറും, അതായത് ഹ്യൂജ് മാൻ പവറാണ് WHO ഹ്യൂജ് ബജറ്റാണ് ഇവർക്കുള്ളത്. കാരണം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്, ആ ലക്ഷ്യമൊന്നുമില്ല. അതിൻ്റെ പേരിലാണ് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കോടി ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. വാക്സിൻ കൊടുത്ത് അതിൻ്റെ ഇമ്പാക്റ്റിൽ എത്ര പേരാണ് കൊല്ലപ്പെടുന്നത്. അതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു യൂസ്ലെസ് ഓർഗനൈസേഷൻ. ഇനി അതിനെപ്പറ്റി സംസാരിക്കുക, UN പറ്റി പറയുന്നു. അതായത് യുണൈറ്റഡ് നേഷനും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരും ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ഈ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരപ്രവർത്തനത്തെ. കാരണം ഇതുകൊണ്ട് ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട്, അവർക്ക് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് UN മാറി. പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും. അതായത് ലോകത്തിൻ്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ പോക്ക് വളരെ ക്രിയാത്മകമായ രീതിയിലായിരിക്കും. മനസ്സിലാക്കുക, പല രാജ്യങ്ങളിലും ഫാർ റൈറ്റ് വിങ് ആണ് അധികാരത്തിലോട്ട് വരുന്നത്. അതായത് ഈ ലെഫ്റ്റ് ലിബറൽ, ഈ പോപ്പിനെ പോലുള്ള ആൾക്കാരെ, മറ്റുള്ള ആൾക്കാരെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. കാരണം ട്രംപ് അതിൻ്റെ സൂചനയാണ് കൊടുത്ത് WHO സാധനം സസ്പെൻഡ് ചെയ്യുക. അത് ഒരു കാരണവശാലും, കാരണം അത് അമേരിക്ക ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തേക്കും WHO കാര്യം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതേപോലെ മൈക്രോസോഫ്റ്റ് അതിനെ സ്വാഗതം ചെയ്ത്, മൈക്രോസോഫ്റ്റ് പറഞ്ഞു ഞങ്ങൾ അവരുടെ കമ്പനിക്ക് ഇത് പല റിസർച്ചും ചെയ്യാൻ പറ്റും. എന്തിനാണ് അവർ WHO പണം കൊടുത്ത് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതിനേക്കാളും ചിലവ് കുറച്ച് പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റും, മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റും, അമേരിക്കയിൽ ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇത് ഹ്യൂജ് എക്സ്പെൻസ് കൊടുത്ത് ഇതേപോലെ ഓർഗനൈസേഷനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ പണം എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോകുന്നില്ല.
പകരം തീവ്രവാദികൾക്ക് പോകുന്നു. ഇപ്പം ഞാനിപ്പോൾ ആദ്യം ഒരു വീഡിയോ വേറെ ഒരു വീഡിയോ പറഞ്ഞ് ഏകദേശം 1.25 ലക്ഷം രൂപ വെച്ച് മാസം $1,500 ഓരോ മാസം ഹമാസ് ഭീകരന്മാർക്ക് വോളണ്ടിയേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നു. ഇവരുടെയൊക്കെ ധാരണ ഇതൊന്നും അറിയത്തില്ല, പിടിക്കത്തില്ലെന്ന് ധാരണ. ഉറപ്പായിട്ടും ബൈഡൻ ആയിരുന്നുവെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തേനെ. കാരണം അയാളുടെ വോട്ട് ബാങ്കും പരിപാടികളും ഇതേപോലെ ഇസ്ലാമിക ടെററിസ്റ്റെയും ഖത്തറിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അയാൾ എന്ന സമയത്ത് ഖത്തറുകാർക്ക് വിസിറ്റിംഗ് വിസയും ബിസിനസ് വിസയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിനകത്തൊക്കെയാണ് നമ്മൾ ഈ ട്രംപ് എന്ന് പറഞ്ഞ ആളെ അംഗീകരിക്കേണ്ടത്. കാരണം ഇത് ഒരു കാരണവശാലും ഈ ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അയാളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഉറപ്പായിട്ടും അത് പല റൈറ്റ് വിങ്ങിൻ്റെ, അതായത് ഫാർ റൈറ്റ് വിങ്ങിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഒന്നാമത്തെ അജണ്ടയായവർ. കാരണം ലെഫ്റ്റിനെ കൊണ്ട് ഇത് ലോകം മുഴുവനും ലെഫ്റ്റ് ഐഡിയോളജിയും ലിബറൽ ആ സാധനം കൊണ്ട് ലോകത്തുണ്ടായത് മുഴുവനും സമാധാനമില്ലായ്മയാണ്. പലയിടത്തും ബോംബ് പൊട്ടുന്നു. നിങ്ങൾ കണ്ടു, ജർമ്മനിയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും പല രാജ്യങ്ങളിലും പൊട്ടുന്നു. ഇതിൻ്റെ കാര്യം എന്താ? ഇതേപോലെ സോഫ്റ്റായിട്ടാണ്. അതായത് ഒരു സ്റ്റേറ്റ് ഈ പറയുന്ന കൂട്ടരോട് സോഫ്റ്റായി കഴിയുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാകും. മറിച്ച് നോക്കുക, ഇന്ത്യയിൽ സ്ഥിരം ബോംബ് പൊട്ടിയതാ. മോദി വന്ന ശേഷം ഇത് സോഫ്റ്റ് അല്ല, വളരെ ഹാർഡ് കോറായിട്ട് ഇവരെ പിടിച്ചൊലയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ സുഡാപ്പിക്ക് പൊട്ടിയത്. കാരണം അവരെ കയറി നാളെ പിടിക്കുമെന്നറിയും. അതുകൊണ്ട് ഇന്ത്യ ബോംബ് പൊട്ടാത്തത്. ഇത് ലോകം മുഴുവനും കാണുന്നുണ്ട്. കാരണം എത്രമാത്രമാണ് ഇന്ത്യയിൽ ബോംബ് പൊട്ടിയത്, എത്രമാത്രമാണ് യൂറോപ്പിൽ പൊട്ടിയത്, ഇതിനെ തടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ജർമ്മനിയിലെ AfDയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഭയങ്കരമായിട്ട് ലെഫ്റ്റ് ലിബറൽ റാഡിക്കൽസ് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം അവിടുത്തെ മീഡിയ മുഴുവനും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റ് ആണെങ്കിലും അവർ ഹ്യൂമൻ റൈറ്റ്സും എല്ലാം അവർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒത്തിരി പേരുണ്ടായി. അവരെന്താ ഇപ്പോൾ സൈലൻ്റ് ആയത്? നിങ്ങൾക്കറിയാം, ഒരു കംപ്ലീറ്റ് ആയിട്ട് സൈലൻ്റ് ആയി. ആണ് ജർമ്മനിയിൽ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകുന്ന അറ്റാക്ക്. ഈ പല അറ്റാക്കിനകത്ത് കൊല്ലപ്പെട്ട പല ആൾക്കാരും ഈ ലെഫ്റ്റ് ലിബറൽക്കാരായിരുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ വരുന്നുണ്ട്. എത്ര പേര് ലെഫ്റ്റ് ലിബറലായിരുന്നു. ഇവരൊന്നും ഹാർഡ് കോർ റൈറ്റ് വിങ് ആയിരുന്നില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളും അവരെ സപ്പോർട്ട് ചെയ്തവരൊക്കെ പറയുന്നു ഇനി ഇവിടെ ആവശ്യം ഫാർ റൈറ്റ് ആണ്. അതായത് ഞാൻ ഈ വീഡിയോ കൺട്രോൾ ചെയ്യുന്നൊരു പാർട്ട് പറയുന്നത്, ഇത് കേൾക്കുന്ന പല മലയാളികളുണ്ട് ജർമ്മനിയിലുള്ളവർ, അവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളവർ. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഒരു ഫാർ റൈറ്റ് AfD പറയണം. ആലീസ് വീഡൽ എന്ന് പറഞ്ഞവർ തന്നെ അവിടെ ചാൻസലറായിട്ട് വന്നാലേ ജർമ്മനിയിൽ നിങ്ങൾക്കവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ജർമ്മൻ ചരിത്രവും അവിടുത്തെ കഴിഞ്ഞ 25 വർഷത്തെ പൊളിറ്റിക്സിൻ്റെ ചരിത്രവും ഈ പറയുന്ന മാർപ്പാപ്പയും കാത്തലിക് സഭയും ഒക്കെ ചെയ്തത് എന്താണ് എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ AfDക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയണം AfDക്ക് വോട്ട് ചെയ്യാൻ ഇപ്രാവശ്യം. കാരണം അവർ അധികാരത്തിൽ വരണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന ജർമ്മനിയിൽ ഇത് വലിയ മാറ്റം വന്നു കഴിഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ രാജ്യത്തും ഇൻക്ലൂഡിങ് ബ്രിട്ടനിൽ വരെ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ AfDക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്. അതല്ല അവിടുത്തെ സെൻട്രിസ്റ്റായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കോ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന സ്കോൾസിൻ്റെ പാർട്ടിക്കോ വോട്ട് ചെയ്യരുത്. അവർക്ക് കർശനമായ പല നടപടി എടുക്കാൻ പറ്റത്തില്ല. ബൈഡനെ പോലെ തന്നെ ഒരു സംഭവമാണ് ബാക്കിയുള്ളവരൊക്കെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലായിട്ട് ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴുണ്ടായ മാറ്റം. അതേ മാറ്റം ജർമ്മനിയിൽ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ആലീസ് വീഡൽ എന്ന് പറഞ്ഞ ജർമ്മൻ ചാൻസലർ ഉണ്ടാവുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഭയങ്കര മാറ്റം ഉണ്ടാകും. കാരണം ഈ ടെറർ ഔട്ട്ഫിറ്റുകളെ, ടെററിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ, മത തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ പിന്നെ ആ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് സമാധാനം നിലനിൽക്കുകയുള്ളൂ. ഈ പറയുന്ന ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അവിടുത്തെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അവർ പല സന്ദർഭങ്ങളിൽ ഈ ഗാസയിലെ ഭീകരർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരുടെ പൊളിറ്റിക്സ് അങ്ങനെ, കാരണം അവർ പിന്താങ്ങുന്നവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് പല സന്ദർഭങ്ങളിലും ഈ ടെറർ ഓർഗനൈസേഷനെതിരെ, മത തീവ്രവാദികൾക്കെതിരെ പല രാജ്യങ്ങൾക്കും പല നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അവിടെ ഒരു മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതായത് ജിയോ പൊളിറ്റിക്കലായി ഒരു മാറ്റം ഉണ്ടാകണം. അപ്പം അത് യൂറോപ്പിലും വലിയ പ്രധാനമാണ്. അതുകൊണ്ട് അവിടെ ഈ പറയുന്ന AfD അധികാരത്തിൽ വരണം. അതേപോലെ തന്നെ UK റിഫോംസ് പാർട്ടി തന്നെ അധികാരത്തിൽ വരണം. അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ആ മാറ്റം ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജുണ്ട്. പ്രത്യേകിച്ച് സുഡാപ്പികൾക്ക് കൊടുക്കുന്ന മെസ്സേജുണ്ട്. അതായത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അപ്പോഴാണ്
അവർക്ക് മനസ്സിലാകുന്നത് നാളെ ഇവന്മാരെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞില്ല എങ്കിൽ അവൻ്റെ ലൈഫ് കുളവായി പോകും. ഈ മെസ്സേജിൻ്റെ ഭാഗമായിട്ട് ഈ കേൾക്കുന്നവർ ഈ പറയുന്ന ജർമ്മനിയിലെ 23-ക്ക് AfD തന്നെ വോട്ട് ചെയ്യണം. AfD കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ് പ്രചാരണം നടത്തേണ്ടത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ അമേരിക്കയിൽ ബൈഡൻ്റെ ഇന്ത്യക്കാരായ പല ഡെമോക്രാറ്റ്സിനെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അമേരിക്ക ക്രൈസിസിലോട്ട് പോയി കഴിയുമ്പോഴാണ് അവർക്ക് പിടികിട്ടിയത് അമേരിക്ക പോലും തകരാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് അവർ മാറി വോട്ട് ചെയ്തത്. അതേപോലെ ജർമ്മനിയിലെ സിറ്റിസണായിട്ട് മലയാളികളും മനസ്സിലാകേണ്ടത് ജർമ്മനി നാളെ തകരാൻ സാധ്യതയുണ്ട് ടെററിസം കൊണ്ട്. അതുകൊണ്ട് ഇവിടെ ശക്തമായ ഭരണം വരണം. ആ ഭരണത്തിലെ ജർമ്മനിയിലെ ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിലും അസൈലം സീക്കേഴ്സ് ആണെങ്കിലും ഈ മത തീവ്രവാദികളെ അനുകൂലിക്കുന്നവരെയും പുറത്താക്കിയാൽ എന്നാൽ മാത്രമാണ് ലോകത്തിന് ഒരു മെസ്സേജ് ജർമ്മനി കൊടുക്കുന്നത്. ആ മെസ്സേജ് ആയിരിക്കും പിന്നീട് മുഴുവൻ യൂറോപ്പിലും ഉണ്ടാകുന്നത്. അതിങ്ങനെ ഒരു മാറ്റം ജർമ്മനിയിൽ വേണം. അത് നിങ്ങളും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം.